വിദേശ വിദ്യാർത്ഥികൾക്ക് മേൽ ചുമത്താൻ ഉദ്ദേശിക്കുന്ന പുതിയ ലെവികളും അതുപോലെ വിസ ചട്ടങ്ങളിൽ വരുത്തുന്ന നിയന്ത്രണങ്ങളും ആദ്യ വർഷം മാത്രം ബ്രിട്ടീഷ് സമ്പദ്ഘടനയിൽ 1.8 ബില്യൺ പൗണ്ടിന്റെ നഷ്ടം വരുത്തുമെന്നാണ് കണക്കാക്കുന്നത്. ലണ്ടനെ ആയിരിക്കും ഇത് കൂടുതലായി ബാധിക്കുക. ഇമിഗ്രേഷൻ സിസ്റ്റം നിയന്ത്രണത്തിലാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വിദേശ വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസിൽ 6% നികുതി ചുമത്തുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനു പുറമെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയാൽ ബ്രിട്ടനിൽ തുടരുവാനുള്ള കാലാവധി 2 വർഷം എന്നതിൽ നിന്നും 18 മാസമായി കുറയ്ക്കും. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന്റെ ഭാഗമാണിത്. എന്നാൽ പോളിസി കൺസൾട്ടൻസിയായ പബ്ലിക് ഫസ്റ്റിന്റെ പുതിയ കണക്കുകൾ പ്രകാരം യുകെയിലെ 12 മേഖലകളിൽ 9 എണ്ണത്തിൽ ഇതുമൂലം 100 മില്യൺ പൗണ്ടിന്റെ നഷ്ടമുണ്ടാകും എന്നാണ് പറയുന്നത്. കടുത്ത നിയന്ത്രണങ്ങൾ മൂലം വിദേശ വിദ്യാർത്ഥികളുടെ വരവ് കുറയുന്നതിനാലാണിത്. ഇതിന്റെ പ്രത്യാഘാതം ഏറ്റവും അധികം ഉണ്ടാവുക ലണ്ടനിലായിരിക്കും. 480 മില്യൺ പൗണ്ടിന്റെ നഷ്ടമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. തൊട്ടുപുറമെ 197 മില്യൺ പൗണ്ട് നഷ്ടവുമായി സ്കോട്ട്ലാൻഡും 163 മില്യൺ പൗണ്ട് നഷ്ടവുമായി തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടുമുണ്ട്. ഈ നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും രൂക്ഷമായ 10 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ലെവി മൂലം ശരാശരി 40 മില്യൺ പൗണ്ടിന്റെ നഷ്ടം ഗ്രോസ് വാല്യൂ ആഡഡ് ഉണ്ടാകുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ നിയോജക മണ്ഡലമായ ഹോൾബോൺ ആൻഡ് സെയിന്റ് പാൻക്രാസിന് 72 മില്യൺ പൗണ്ടിന്റെ നഷ്ടമുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. തൊട്ടുപുറകെ ലണ്ടൻ, വെസ്റ്റ്മിനിസ്റ്റർ, കവൻട്രി സൗത്ത് എന്നിവ ഉണ്ടായിരിക്കും. ഈ നയം ഏറ്റവും അധികം ബാധിക്കുന്ന 50 നിയോജക മണ്ഡലങ്ങളിൽ 37 എണ്ണവും ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് ലേബർ എംപിയാണ്. സാമ്പത്തിക വളർച്ച സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലായിരിക്കുന്ന സമയത്ത് ട്യൂഷൻ ഫീസിൽ ചുമത്തുന്ന ലെവി രാജ്യത്തിന്റെ വലിയൊരു കയറ്റുമതി മേഖലയെ കനത്ത നഷ്ടത്തിലാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ലെവി ഈടാക്കാൻ തുടങ്ങുന്നതോടെ വിദേശ വിദ്യാർത്ഥികളുടെ വരവിൽ കുറവുണ്ടാകും. ഇപ്പോൾ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ പല യൂണിവേഴ്സിറ്റികളെയും ഇത് കൂടുതൽ ആഴത്തിലേക്ക് തള്ളിയിടും. ഗവേഷണ പദ്ധതികളെ ഇത് പ്രതികൂലമായി ബാധിക്കും, വിദഗ്ധർ പറയുന്നു. ലെവി നൽകേണ്ടി വരുന്നതിനാൽ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കേണ്ടതായി വരും. ഇത് ആദ്യ വർഷം 16,100 വിദ്യാർത്ഥികളെയും ആദ്യ 5 വർഷങ്ങളിൽ 77,000 വിദ്യാർത്ഥികളെയും ബ്രിട്ടനിലേക്ക് വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്നാണ് പബ്ലിക് ഫസ്റ്റിന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. വിദേശ വിദ്യാർത്ഥികളുടെ ഉയർന്ന ഫീസാണ് തദ്ദേശീയ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസ് ഉറപ്പാക്കുന്നത് എന്നതിനാൽ വിദേശ വിദ്യാർത്ഥികൾ കുറയുന്നതോടെ ആദ്യ വർഷം തദ്ദേശീയർക്കുള്ള സീറ്റുകളിൽ 33,000 എണ്ണത്തിന്റെ കുറവുണ്ടാകും. 5 വർഷക്കാലത്തിനിടയിൽ 1,35,000 സീറ്റുകൾ കുറയും. മാത്രമല്ല, ട്യൂഷൻ ഫീസ് ഇനത്തിൽ മാത്രം 2.2 ബില്യൺ പൗണ്ടിന്റെ കുറവായിരിക്കും UK സമ്പദ്ഘടനയിലുണ്ടാവുക എന്ന് യൂണിവേഴ്സിറ്റികളുടെ ഒരു കൺസോർഷ്യം കമ്മീഷൻ ചെയ്ത പഠനത്തിൽ കണ്ടെത്തിയിരുന്നു.